പി.വി. അൻവറും സി.കെ. ജാനുവും യു.ഡി.എഫിലേക്ക് എത്തുകയാണ്. ഇരുവരുടെയും പാർട്ടികളെ അസോസിയേറ്റ് അംഗമാക്കുക എന്ന തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടി അസോസിയേറ്റ് അംഗമാക്കുന്നു എന്ന വിവരം വരുന്നു. ജോസ് കെ മാണിയെ യു.ഡി.എഫിലേക്ക് ക്ഷണിക്കേണ്ട എന്ന നിലപാടിലാണ് പക്ഷേ പി.ജെ. ജോസഫ് ഉള്ളത് എന്ന് പ്രദീപ് ജോസഫ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേസമയം യു.ഡി.എഫിലെ പുതിയ നീക്കങ്ങൾ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നീക്കങ്ങൾ അതേ തരത്തിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കാൻ പോകുന്നു. സി.കെ. ജാനുവിനെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി 2016 സുൽത്താൻ ബത്തേരിയിൽ NDA സ്ഥാനാർത്ഥി മത്സരമാണ് സി.കെ. ജാനു. അതിനുശേഷം NDA വിട്ടിരുന്നു. പിന്നീട് 2021 വീണ്ടും തിരികെ NDAയിലേക്ക് സി.കെ. ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി തിരികെ എത്തി. ഇപ്പോഴാ യു.ഡി.എഫിലേക്ക് എത്തുന്നു. മുത്തങ്ങ സമരവും A.K. ആന്റണി സർക്കാരിൻ്റെ കാലത്തെ വലിയ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവുമൊക്കെ മുന്നിലുണ്ട്. സി.കെ. ജാനു അല്പം വിശദീകരിച്ചത് കേരളത്തിലെ ഭൂപ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത് യു.ഡി.എഫ് ആണ്, അതുകൊണ്ട് ഒപ്പം ചേരുന്നു എന്നാണ്. ഡി പ്രമേഷ് കുമാർ നമുക്കൊപ്പം വിശകലനങ്ങളുമായി ചെന്നത്. പ്രമേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഇപ്പോൾ സി.കെ. ജാനു കേരളത്തിൽ നടത്തിയ വലിയ ഐതിഹാസികമായ സമരമാണ്, അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ? മുത്തങ്ങ സമരം, മുത്തങ്ങ വെടിവെപ്പ് കേരളത്തിലെ ഒരു കറുത്ത അധ്യായം കൂടിയാണ്. ആ വെടിവെപ്പും മരണവും അതിനുശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ വലിയ സമരവുമൊക്കെ. സി.കെ. ജാനു NDAയിലേക്ക് പോയി. സി.കെ. ജാനു ഇടതു സ്വഭാവക്കാരിയായിരുന്നു. ഇപ്പോൾ യു.ഡി.എഫിലേക്ക് വരുന്നു എന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം വലുതാണ്? സി.കെ. ജാനുവിനെ സംബന്ധിച്ച് സി.കെ. ജാനു ശരിക്കും CPM പ്രവർത്തകയായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് ആദിവാസി സംരക്ഷണ പ്രവർത്തനങ്ങളും അവരുടെ അവകാശ ഭൂസമര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗീതാനന്ദനുമായി ചേർന്നിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. തുടർന്ന് മുത്തങ്ങ സമരം നമുക്കറിയാമല്ലോ. അന്ന് ശരിക്കും ആ സമരത്തെ അടിച്ചമർത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് UDF ആയിരുന്നു. പക്ഷേ ആ സമരത്തിന് ആസ്പദമായ ആ വിഷയത്തിൽ ഭൂമി അനുവദിക്കുകയൊക്കെ ചെയ്തത് അന്ന് A.K. ആന്റണി സർക്കാരായിരുന്നു. പക്ഷെ അത് പിന്നെ സി.കെ. ജാനുവിനും ഗീതാനന്ദനും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് അത്ര തൃപ്തികരമായിരുന്നില്ല അന്നത്തെ തീരുമാനങ്ങൾ. മുത്തങ്ങയിലല്ല ഭൂമി കൊടുത്തത്, അത് മറയൂർ ഉൾപ്പെടെയുള്ള ഇടുക്കിയിലെ പല മേഖലകളിലൊക്കെയാണെന്ന് ഭൂമി നൽകിയത്. അതിനോട് അവർക്ക് തീർത്തും അതിനകത്ത് പ്രതിഷേധമായിരുന്നു. UDF-ഉമായിട്ട് അന്ന് അവർ ഒരു തരത്തിൽ അന്ന് ആ സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അന്ന് A.K. ആന്റണിയുമായിട്ട് ഒരു സന്ധി ചെയ്യൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ അവർ കോൺഗ്രസിൻ്റെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഒരു തവണ. ഒരു UDF അല്ല, കോൺഗ്രസിൻ്റെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ NDAയുടെ സഹയാത്രികയായി മാറുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആദ്യമായി സംസ്ഥാനത്ത് വിപുലമായ മുന്നണി ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു ആദിവാസി നേതാവ് നിലയിൽ അവർക്ക് വേദി നൽകുകയും മുന്നണിയിൽ അവരെ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തു NDA. പക്ഷേ 2019 ആയപ്പോൾ വീണ്ടും അവർ NDA വിട്ടിട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് അന്ന് LDF-ന് വേണ്ടിയിട്ടായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. LDF-ൽ അംഗത്വം ലഭിച്ചിട്ടില്ല, പക്ഷേ LDF-ഉമായി സഹകരിക്കുന്ന പാർട്ടിയായി പ്രവർത്തിച്ചു. പക്ഷേ പിന്നീട് വീണ്ടും അവർ NDA ആയിട്ട് സഹകരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിപ്പോൾ ഇതാ UDF-ഉമായി സഹകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. UDF ഇപ്പോൾ അസോസിയേറ്റ് അംഗത്വമാണ് നൽകിയത്. അത് സ്വാഭാവികമായിട്ടും മുന്നണി വിപുലീകരണം എന്ന UDF-ന്റെ തീരുമാനം അനുസരിച്ചാണ്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുകയാണെങ്കിലും UDF-ന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും ഒരു പൂർണ്ണാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വിജയം പ്രതിഫലിക്കുമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കരുതുന്ന പോലെ 100 സീറ്റിലധികം എത്തുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും UDF വെച്ചു പുലർത്തുന്നില്ല. അതുകൊണ്ടാണ് ലീഗ് നേതാവായ P.K. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മുന്നണി വിപുലീകരണം അത്യാവശ്യമാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. പ്രതികരണം അത് വളരെ പ്രധാനം. പൊളിറ്റിക്കൽ ബേസ് മുന്നണി വിപുലീകരിക്കുമോ, പുതിയ കക്ഷികൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് പൊളിറ്റിക്കൽ ബേസ്. അപ്പോൾ പൊളിറ്റിക്കൽ ബേസ് എന്ന് ഇതായിരിക്കും അല്ലേ, വിവിധ ജനവിഭാഗങ്ങളിലേക്ക് കൂടുതലായി അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെയും വോട്ടിംഗ് മാതൃകയിലായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോന്നിനും ഓരോ പാറ്റേൺ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ LDF-ന്റെ തിരിച്ചടിയൊക്കെ പരിഗണിക്കുമ്പോഴും ഒരു 5 ജില്ലകളിൽ പ്രധാനപ്പെട്ട അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോഴും LDF അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു തുല്യ നിലയിലാണ് മുന്നണികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണികളുടെ ഈ പറഞ്ഞ രാഷ്ട്രീയമായ അടിത്തറ വർദ്ധിപ്പിക്കുക, വിപുലീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടും UDF ഉറ്റുനോക്കുന്നത്. കാരണം ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തെ വളരെ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിനകത്ത് എതിർപ്പ് UDF-നകത്ത് തന്നെ ഉണ്ട്. കേരള കോൺഗ്രസ് വിഭാഗം, അതായത് ജോസഫ് വിഭാഗത്തിന് അതിനകത്ത് എതിർപ്പുണ്ട്. പിന്നെ വളരെ പെട്ടെന്ന് അവരെ ആകർഷിക്കാനും കഴിഞ്ഞൊന്നും വരത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല പാർട്ടികളും UDF അംഗത്വം പ്രതീക്ഷിച്ച് കഴിയുന്നുണ്ട്. ഇപ്പോൾ P.V. അൻവറിൻ്റെ കാര്യം നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞ സി.കെ. ജാനുവിൻ്റെ വന്നു. മറ്റു പല ചെറിയ ഗ്രൂപ്പുകളെയൊക്കെ തന്നെ UDF-ലേക്ക് കൊണ്ടുവരാനും വിവിധ വിഭാഗങ്ങളെ ആയിട്ട് അവർ സഹകരിക്കാനൊക്കെയുള്ള UDF-ൻ്റെ ആലോചനയുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തന ശൈലിയുണ്ട്. വളരെ നേരത്തെ ഒരുങ്ങുക,
അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങുന്ന പണ്ട് LDF ഒക്കെ അനുവർത്തിച്ചിരുന്ന ആ സംഘടനാ രീതി ശരിക്കും ഇപ്പോൾ UDF ആണ് അനുവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നേരത്തെ ഒരുങ്ങാൻ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ജനുവരിയിൽ കഴിയുമെങ്കിൽ പിന്നെ എന്താണ് സീറ്റ് വിഭജനം വരെ പൂർത്തിയാക്കാനൊക്കെയാണ് ആലോചന. അത് എത്രമാത്രം സാധ്യമാവുമെന്ന് അറിയില്ല. പക്ഷേ ഫെബ്രുവരിയിൽ ഇപ്പോൾ ഒരു ജാഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരുടെ ഒരു പ്രചാരണ ജാഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ LDF താഴെ തട്ടിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ തിരിച്ചടികൾ പരിശോധിക്കാനുള്ള കമ്മിറ്റികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് വരാൻ വേണ്ടിയാണ് സാധാരണ ഇല്ലാത്ത തരത്തിൽ ഒരു പടി മുന്നോട്ട് പോവുക എന്ന നിലയിലാണ് ഇപ്പോൾ UDF യോഗം സമാപിച്ചിരിക്കുന്നത്. വളരെ